ഇപ്പോൾ നമ്മുടെ പ്രതിനിധികൾ വിവിധ സ്കൂളുകളിൽ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം കൊച്ചി എളമക്കര സ്കൂളിൽ നിന്ന് വിഷ്ണു സുരേഷ്, പിന്നെ തിരുവനന്തപുരം കോട്ടൺ ഗവൺമെൻറ് ഗേൾസ് HSൽ നിന്ന് ഷെഫീദ് റാവുത്തർ, അതുപോലെ കോഴിക്കോട് BM സ്കൂളിൽ നിന്ന് ദീപക് തരമ്പടവും ചേരും. ആദ്യം എളമക്കര, ഈ സ്കൂളിലാണ് പ്രവേശനോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത്. വിഷ്ണു സുരേഷ്, എളമക്കര സ്കൂൾ, കൊച്ചിയിലെ എളമക്കരയിൽ നമുക്കൊപ്പം ചേർന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. എളമക്കര സ്കൂൾ ഹാജരുണ്ടോ? പറയൂ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. വലിയ സന്തോഷത്തിലാണ് എളമക്കര. പ്രത്യേകിച്ച് ഇന്ന് ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം നടക്കുന്നത് എളമക്കരയിലാണ്. അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഈ കാണുന്നതാണ് എളമക്കര സർക്കാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള്. ഇതിൽ 9:30 കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ അധ്യക്ഷത വഹിക്കുന്നത് വി ശിവൻകുട്ടിയായിരിക്കും, വിദ്യാഭ്യാസ മന്ത്രി. ഒപ്പം മന്ത്രി പി രാജീവ്, വ്യവസായ മന്ത്രിയായിരിക്കും അക്കാദമിക് കലണ്ടർ പുറത്തിറക്കുക. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏറെ നാൾക്ക് ശേഷമാണ് എറണാകുളത്തേക്ക് പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എത്തുന്നത്. അതിന്റെ എല്ലാ ആവേശവും എല്ലാ സന്തോഷവും ഈ എളമക്കരക്കാർക്ക് ഒന്നാകുണ്ട്. വിദ്യാർത്ഥികളാരും എത്തിത്തുടങ്ങിയിട്ടില്ല. 8 മണി 8:30 കൂടിയൊക്കെ ആയിരിക്കും വിദ്യാർത്ഥികൾ എത്തുക. അവരെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത്തവണ ഒരുപാട് മാറ്റങ്ങൾ ഈ അധ്യയന വർഷത്തിൽ അക്കാദമിക് തലത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതിൽ മാറിയ പാഠപുസ്തകങ്ങൾ തന്നെയാണ് വലിയ സന്തോഷം നൽകുന്നത്. 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളാണ് 10 വർഷത്തിന് ശേഷം പരിഷ്കരിച്ചിരിക്കുന്നത്. എന്തായാലും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്താണ് അവസ്ഥ? നമ്മുടെ സംസ്ഥാന ഉദ്ഘാടനം നടക്കുന്ന സ്ഥലം. തീർച്ചയായും എല്ലാം വളരെ ഗംഭീരമായി, വളരെ ആവേശത്തോടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കുട്ടികളെല്ലാം വളരെ ആവേശത്തിൽ തന്നെയാണ്. അധ്യാപകർ ആവേശത്തിലാണ്, രക്ഷിതാക്കൾ ആവേശത്തിലാണ്. കുറെ മഴയുടെ ഒരു പ്രയാസം ഇന്നില്ല എന്നുള്ളതും വളരെ ആശ്വാസകരമാണ്. ഇതിലിപ്പോ 8:45 ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വേദിയിലേക്ക് എത്തും. അതിനുശേഷം തുടർന്നുള്ള കാര്യങ്ങളെല്ലാം നടത്തപ്പെടും. മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലൊക്കെ പെയ്ത മഴയും വെള്ളക്കെട്ടും ഒക്കെ നമുക്കറിയാം. പക്ഷെ ഇന്ന് മഴ മാറി നിൽക്കുകയാണ്. മഴ പൂർണ്ണ സപ്പോർട്ടാണ് ഈ പ്രവേശനോത്സവത്തിന് തോന്നുന്നു. എന്തായാലും വലിയ സന്തോഷത്തിലാണ് ഈ പ്രവേശനോത്സവം നടക്കുന്ന എളമക്കരയിലെ പ്രദേശവാസികൾ ഉൾപ്പെടെ. തങ്ങളുടെ നാട്ടിലേക്ക് ഇത്തരത്തിൽ സംസ്ഥാന ഉദ്ഘാടനം വരുന്നു. അതിന്റെ എല്ലാ ഈ സാധാരണഗതിയിൽ ജനപ്രതിനിധികളാണ് ഈ പരിപാടികൾ അല്ലെങ്കിൽ ഇതൊക്കെ ഒരുക്കുന്നത്. എന്നാൽ ഇന്നലെ നമ്മൾ വൈകിട്ട് ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ നാട്ടുകാരൊന്നാകെ ഈ പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. അത് ഈ പ്രവേശനോത്സവത്തിന് പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകൾക്ക് ലഭിക്കുന്ന ഒരു മികവിന്റെ ആദരം കൂടിയായി അതിനെ കണക്കാക്കാം. ഈ ലിംഗനീതി ഉറപ്പിച്ചുള്ള പാഠപുസ്തകങ്ങളാണ് ഇത്തവണത്തെ അധ്യയന വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന്റെ ഒരു സംഭാവന എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നത്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട്. 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ ലിംഗനീതി ഉറപ്പാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നു. ഒപ്പം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അധ്യാപകർക്കുൾപ്പെടെ പരിശീലനം നൽകാനുള്ള തീരുമാനത്തിലേക്ക് നിലവിൽ സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നു. അങ്ങനെ വിപുലമായ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. SK. ഓക്കെ, താങ്ക് യു. വിഷ്ണു സുരേഷാണ് നമുക്കൊപ്പം ചേർന്നത്. കൊച്ചിയിലെ എളമക്കര സ്കൂളിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്ന. എളമക്കരയിലാണ് ഇന്ന് രാവിലെ പ്രവേശനോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഭവിക്കുക. ഏഷ്യയിലെ ഏറ്റവും വലിയ വനിതാ സ്കൂളാണ് നിങ്ങൾക്കറിയുന്ന കോട്ടണിൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ നിന്ന് നമ്മുടെ പ്രതിനിധി ഷെഫീദ് റാവുത്തർ തത്സമയം ചേരുകയാണ്. ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് രാവിലെ ആ സ്കൂളിൽ എത്തുകയാണ്. ഷെഫീദ്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. എളമക്കരയിലാണ് സംസ്ഥാനതല പ്രവേശനമെങ്കിലും തിരുവനന്തപുരത്ത് അതിന്റെ മാറ്റ് ഒട്ടും കുറവില്ല. തിരുവനന്തപുരത്ത് ജില്ലാതല പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് SK സൂചിപ്പിച്ചതുപോലെ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പെൺകുരുന്നുകൾ പഠിക്കുന്ന സ്കൂളാണ്. അത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളാണ്. ഇവിടെയും കുരുന്നുകളെ സ്വീകരിക്കാൻ, 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്ന കുരുന്നുകളെ സ്വീകരിക്കാൻ വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SK ഈ ക്ലാസ് റൂമുകളാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വീട്ടിൽ നിന്ന് ഈ അംഗനവാടിയും അതേപോലെ തന്നെ ഈ കിൻഡർ ഗാർഡൻ അതേപോലെ തന്നെ പ്രീ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ 1-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു ഭയവും പേടിയും ഒക്കെ ഉണ്ടാകും. ഇത്തവണ അതടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ക്ലാസ് റൂമുകളടക്കം നവീകരിച്ചുകൊണ്ടുള്ള ഒരു ഒരുക്കം അത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇക്കുറി പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ കണക്ക് നമ്മൾ കണ്ടതാണ്. ഒരു ചെറിയ കുറവ് അതിലുണ്ട് എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഏറ്റവും ഒടുവിൽ വന്ന കണക്കനുസരിച്ച് SK നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഏതാണ്ട് 2.44 ലക്ഷം കുട്ടികളാണ് ഇത്തവണ സംസ്ഥാന സിലബസിൽ പ്രവേശനം നേടിയത്. കഴിഞ്ഞ വർഷം അത് 2.9
98 ലക്ഷമായിരുന്നു. ഏതാണ്ട് 53,000-ഓളം കുറവ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലാസ് റൂമുകൾ കാണാൻ സാധിക്കും. ഈ കോട്ടൺ സ്കൂളിൽ പ്രത്യേകിച്ച് വലിയ പരിഷ്കാരങ്ങളും ഈ പാഠ്യപദ്ധതി പരിഷ്കരണമൊക്കെ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പ് നടക്കുമ്പോൾ സ്കൂളുകൾ നടത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്ന കുരുന്നുകളെ സ്വീകരിക്കാനുള്ള ക്ലാസ് റൂമാണ്, കോട്ടൺ ഹില്ലിലെ ക്ലാസ് റൂമാണ്. അവിടെ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂൾ ബാഗുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതൊരു കിറ്റാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവരെയും ആകർഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇങ്ങനെ വളരെ അട്രാക്റ്റീവായി കുട്ടികളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ, 1-ാം ക്ലാസ്സിലേക്ക് പുതുതായി സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളടക്കം നമുക്ക് ഈ കോട്ടൺ ഹിൽ സ്കൂളിൽ കാണാൻ സാധിക്കും. തിരുവനന്തപുരത്തെ മറ്റ് സ്കൂളുകൾ, പ്രത്യേകിച്ച് സെന്റ് മേരീസ് അടക്കമുള്ള സ്കൂളുകളിലും സമാനമായ രീതിയിൽ ക്ലാസ് റൂമുകൾ എങ്ങനെ വ്യത്യസ്തമാക്കാം, അത് ഈ വേനലവധി സമയത്ത് അതൊക്കെ പെയിന്റ് അടിച്ച് വളരെ ആകർഷകമാക്കിയിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനിയും SKN തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ജില്ലാതല ഉദ്ഘാടനം നടക്കുന്നത് മീനാങ്കലിലാണ്. മീനാങ്കൽ ട്രൈബൽ സ്കൂളിൽ മന്ത്രി GR അനിലായിരിക്കും ഉദ്ഘാടനം നടത്തുക. ആ സ്കൂൾ തിരഞ്ഞെടുക്കാനും ഒരു കാരണമുണ്ട്. പ്രത്യേകിച്ച് ഈ ട്രൈബൽ മേഖലയിലെ സ്കൂളുകൾക്ക് ഈ സംസ്ഥാന സർക്കാർ നൽകി വരുന്ന പ്രാധാന്യം നമ്മൾ കണ്ടതാണ്, പലതരത്തിലുള്ള പ്രാധാന്യം നമ്മൾ കണ്ടതാണ്. ഇത്തവണയും അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലാതല സ്കൂൾ പ്രവേശനം മീനാങ്കൽ ട്രൈബൽ സ്കൂളിൽ വെച്ചായിരിക്കും. SKN. താങ്ക് യു. ഇനി നമ്മൾ കോഴിക്കോടേക്കാണ് പോകുന്നത്. കോഴിക്കോട് BEM സ്കൂളിൽ നിന്ന് ദീപക് തർമ്മടം തത്സമയം. ദീപക്, ഗുഡ് മോർണിംഗ്. എന്തായാലും കോഴിക്കോടും പ്രത്യേകിച്ച് വടക്കൻ മലബാറിലും പൊതുവേ ഉത്തര മലബാറിലൊക്കെ ഇന്ന് പ്രവേശനോത്സവം വലിയ സംഭവമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. ഹാജറുണ്ട്. നമ്മുടെ പഴയ ക്ലാസ് റൂമിലെ ഹാജർ വിളിയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് SKN. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് BEM സ്കൂളിലാണ് SKN. ഒരു ചെറിയ തിരുത്തുണ്ട് ദീപകെ, പ്രതി ഹാജരുണ്ട് എന്നാ പറയേണ്ടത്. ഓ അത് കോടതിയിൽ, പക്ഷേ സ്കൂളിൽ നമ്മൾ ഹാജർ എന്നാണല്ലോ വിളിക്കുക. അതെ 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 അതെ, അത് നമുക്ക് റൂബിൻ ലാലിന്റെ കേസിലൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. SKN ഇവിടെ പാചകപ്പുരയിലാണ്. അതായത് കുട്ടികളെ വരവേൽക്കാൻ വേണ്ടിയുള്ള പായസം അടപ്രഥമനാണ്. അടപ്രഥമൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് SKN. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിലാണെങ്കിൽ കോഴിക്കോട് ചെറുവണ്ണൂരിലാണ് ജില്ലാതല ഉദ്ഘാടനം. മന്ത്രി മുഹമ്മദ് റിയാസാണ് അത് നിർവഹിക്കുന്നത്. തിരക്കിട്ട പണിയിലാണ് ഇവർ. പാചകം തകൃതിയായി നടത്തുന്നത്. നമുക്ക് PTA പ്രസിഡന്റിനോട് ചോദിക്കേണ്ടതുണ്ട്. ഈ കുട്ടികളെ വരവേൽക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് ഒരു വലിയ ആവേശമാണ് ഇപ്പം. എങ്ങനെയാണ് മാഷേ? ഞങ്ങൾക്ക് ഏകദേശം 3000-ഓളം കുട്ടികളാണ് ഇന്നിങ്ങോട്ട് കടന്നു വരാനുള്ളത്. അവരെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. കല്യാണത്തലേന്ന് പോലെ ഇന്നലെ രാത്രി 12 മണി വരെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. മുഴുവൻ ഒരുക്കങ്ങളും കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ പായസങ്ങളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. 3000-ഓളം പേർക്കുള്ള പായസങ്ങളാണ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് 3 സന്തോഷങ്ങളാണ് ഇന്നുള്ളത്. ഒന്ന്, ഈ കുട്ടികൾക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, നമ്മൾ പുതുതായിട്ട് സ്കൂളിൽ റിനോവേറ്റ് ചെയ്ത സ്റ്റേജിൻ്റെ അത് കുട്ടികൾക്കായിട്ട് തുറന്നു കൊടുക്കുന്ന ദിവസമാണ് ഇന്ന്. മൂന്നാമത്, നമ്മുടെ സ്കൂളിലെ കിച്ചൺ എന്ന് പറയുന്നത് ഹൈജീനിക്കായിട്ട് ബോയിലർ സ്റ്റീമർ വഴി കുക്കിംഗ് ചെയ്യുന്ന രീതി. ഇതിൽ ഒരു കാര്യം ഇടപെടുകയാണ്. ഈ ഒരു നഷ്ടബോധമുണ്ട്. മാഷും നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു വലിയ പ്രവേശനോത്സവം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്ക് വളരെ ഹാപ്പിയായി ഇങ്ങോട്ടേക്ക് വരികയാണ്. അത് നഷ്ടബോധം എന്ന് പറഞ്ഞുകൂടാ. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമുക്കുള്ളൊരു സന്തോഷമുള്ള കാര്യമല്ല. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എഡ്യൂക്കേഷനിലാണ്. എഡ്യൂക്കേഷനിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഫൈനാൻഷ്യലി നഷ്ടമുള്ള ഒരു സംവിധാനമല്ല. കാരണം ഇവരാണല്ലോ നമുക്ക് പ്രതീക്ഷ കാലാതീതമായി നിൽക്കുന്നത്. ഒരു സംശയവുമില്ല. കാരണം എന്നാൽ ഇത് നമുക്കൊരു പ്രൊഡക്റ്റീവ് മാർഗത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മുടെ എങ്ങനെയുണ്ട് മാഷെ തയ്യാറെടുപ്പ്? എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ തന്നെ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു SKN. ഇതാണ് പൊതുവിലുള്ള അവസ്ഥ. വലിയ ആവേശമാണ് കാണുന്നത്. ഈ കുട്ടികളെ വരവേൽക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, മധുരപലഹാരങ്ങൾ തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരുക്കം, PTA-യും അതുപോലെ തന്നെ അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ഒറ്റക്കെട്ടായാണ്. ഈ പ്രാവശ്യമാണെങ്കിൽ 1-ാം ക്ലാസ്സിലെ കുട്ടികൾ പുതിയ പാഠപുസ്തകമാണ്, പുത്തൻ ഉടുപ്പിനോടൊപ്പം പുതിയ അധ്യാപന രീതിയിലുള്ള പുതിയ പാഠപുസ്തകമാണ് പഠിക്കാൻ പോകുന്നത് SKN. ഏതായാലും വലിയ സന്തോഷത്തോടെയുള്ള തയ്യാറെടുപ്പാണ് കോഴിക്കോടും നടക്കുന്നത് SKN. താങ്ക് യു ദീപക് ധർമ്മടം. അക്ഷരമുറ്റത്തേക്ക് പിച്ച വെച്ച് കയറാൻ പോകുന്ന കുരുന്നുകളുണ്ട്. ആ കുരുന്നുകൾക്ക് എൻ്റെ പ്രത്യേക ആശംസകൾ. ഈ മാതാപിതാക്കളെ, കുട്ടികളോട് എൻ്റെ അന്വേഷണം കൂടി പറഞ്ഞേക്കണം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 18 മിനിറ്റ് 35 സെക്കൻഡ്. ഒരുപാട് കുട്ടികൾ ഇന്ന് ആദ്യമായിട്ട് സ്കൂളിലെത്തുന്നുണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് എത്തുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ വിജയാശംസകൾ നേരുന്നു. ഈ പള്ളിക്കൂടങ്ങളിൽ നിങ്ങൾക്ക് വലിയൊരു അനുഭവം ഉണ്ടാകട്ടെ, അല്ലെ അനുഭവം ആകട്ടെ എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം. കാരണം കുട്ടികൾ ഒരുപാട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സ്ഥലമായി സ്കൂളുകൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളുകളിൽ നല്ല ജാഗ്രതയുള്ള കുട്ടികളായി, നല്ല അച്ചടക്കമുള്ള കുട്ടികളായി മാറട്ടെ. അത് കളിച്ചും ചിരിച്ചും അത് കുന്നായ്മകൾ പറഞ്ഞും ചെയ്തുമൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഒരുപാട് കരുതൽ വേണം കേട്ടോ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.